കേരള സിൻഡിക്കേറ്റ് റൂം അനുവാദമില്ലാതെ തുറക്കരുത് എന്ന് VC ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ നിർദ്ദേശം. സിൻഡിക്കേറ്റ് യോഗങ്ങളോ കമ്മിറ്റി യോഗങ്ങളോ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം സിൻഡിക്കേറ്റ് ഹാൾ തുറക്കാൻ പാടുള്ളൂ. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന പ്ലാനിംഗ് ഡയറക്ടർക്കും VCയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് നിർദ്ദേശം നൽകിയത്. ജിബിൻ JB വിശദവിവരങ്ങളുമായി. ജിബിൻ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്? ഈ പ്രത്യേക യോഗങ്ങൾ നടക്കുന്ന സമയത്തല്ലാതെ ഈ സിൻഡിക്കേറ്റ് റൂം തുറന്ന് പ്രവർത്തിക്കുന്ന പതിവ് നേരത്തെ ഉണ്ടായിരുന്നു? മൂത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ VCയുടെ നിയമം അല്ലെങ്കിൽ VCയോടൊപ്പം നിൽക്കുന്ന ജീവനക്കാരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂമിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു എന്ന തരത്തിലൊരു പരാതി വരുന്നത്. ഇത് സംബന്ധിച്ച രജിസ്ട്രാറിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് VC തന്റെ അനുവാദമില്ലാതെ സിൻഡിക്കേറ്റ് റൂമിന് തുറക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച മീറ്റിങ്ങുകളോ മറ്റു പരിപാടികളോ ഇല്ലാതെ ഈ സിൻഡിക്കേറ്റ് റൂം ഇനി ഒരു അറിയിപ്പില്ലാതെ തുറക്കരുത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം രജിസ്ട്രാറിന്റെ ചുമതല വഹിക്കുന്ന മിനി കാപ്പനും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടത്. അതായത് സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാനില്ല, അത് മോഷണം പോയതാണോ എന്നൊരു സംശയമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ഷിജു ഖാനെതിരെ മുരളീധരൻ പിള്ളയ്ക്കെതിരെ ഇപ്പോൾ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി VCയുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന സ്റ്റാഫുകളെ തന്റെ ഈ സിൻഡിക്കേറ്റ് റൂമിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു. വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ അപമാനിച്ചു.